ഇംഗ്ലണ്ട് ടീം ജയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഫാൻസിന് ഇംഗ്ലണ്ട് ടീമിന് വിശ്വാസം വരാത്തത്? റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കുമ്പോൾ ഇംഗ്ലണ്ടിന് ഈ ഒരു കളി മതിയോ മുന്നോട്ട് പോകാനുള്ള രണ്ട് ചോദ്യത്തോടൊപ്പം ഇംഗ്ലണ്ട് വേഴ്സസ് പനാമ മത്സരത്തിലെ 4 ടേക്ക് അവേനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മത്സരവും അർജന്റീന വേഴ്സസ് ജോർദൻ മത്സരത്തിൻ്റെ റിവ്യൂ നമ്മൾ ഈ വീഡിയോന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 5-4-1 എന്നുള്ളൊരു ഫോർമേഷനിലാണ് കേട്ടോ പനാമ ഇംഗ്ലണ്ടിനെ നേരിടാൻ വരുന്നത്. 62ാമത്തെ മിനിറ്റ് വരെ പനാമ ഗംഭീര കളിയായിരുന്നു എന്ന്. അത്ര ഗംഭീര കളിയാണോ എന്ന് വെച്ചല്ല, പക്ഷെ അവർ വെൽ ഡിസിപ്ലിൻഡ് ടീമായിട്ടാണ് ഈ കളിയിൽ കാണാൻ കഴിഞ്ഞത്. കാരണം ആ ബെല്ലിംഗ്ഹാമിൻ്റെ ഗോൾ വരുന്നത് മുന്നേ അവർ എന്തോരം കൗണ്ടറുകളാണോ ചെയ്തിരുന്നത്. ഇഷ്ടം പോലെ കൗണ്ടറിൽ ശരിക്കും ഇംഗ്ലണ്ടിനെ ത്രെറ്റ് കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. അവർ 5 പേരെ മാറ്റിയിട്ടാണ് ഇറക്കിയെങ്കിലും അവർക്ക് 1 പോയിന്റ് മാത്രമാണ് ഇംഗ്ലണ്ട് ടീമിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഒരു നല്ല ഒരു മെൻറ്റാലിറ്റി, ആ ടീമിൻ്റെ സ്ക്വാഡിനുള്ളൊരു മെൻറ്റാലിറ്റി കാണിച്ചിട്ടില്ല എന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ 62ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന് മനസ്സിലായി ഇനി ഈ പരിപാടി നടക്കില്ല, സ്റ്റെപ്പിൻ ചെയ്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ 62ാമത്തെ മിനിറ്റിൽ സക്കയുടെ കോർണർ ബോൾ വരുന്നു. ആ ബോൾ പിടിച്ച് കെട്ടി ബെല്ലിംഗ്ഹാമിനെ പിടിച്ച് മാർക്കാണ്, ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്തിരിക്കുന്ന ബെല്ലിംഗ്ഹാം കാല് നീട്ടി വെച്ച് ഫ്ലിക്ക് ചെയ്ത് ആ പോസ്റ്റിൻ്റെ ഉള്ളിൽ കിട്ടപ്പോൾ ഇംഗ്ലണ്ട് 62ാമത്തെ മിനിറ്റിൽ ലീഡ് ചെയ്തു എന്ന് വേണം പറയാൻ. 5 മിനിറ്റുകൾക്കപ്പുറം വീണ്ടും ആ ബോൾ ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് കൊടുത്തിട്ട് ഒന്ന് കട്ടിൻ ചെയ്തിട്ട് അസിസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് ഹെഡ് ചെയ്യാൻ ഹാരിക്കെയിന് വെച്ച് കൊടുക്കുകയും ഹാരിക്കെയിൻ അത് ഹെഡ് ചെയ്തോട് കൂടിയിട്ട് ഒരു വേൾഡ് റെക്കോർഡും പിറക്കുകയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും കൂടി ചെയ്തുകൊണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം ബിക്കേം ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ ടുഷേലിൻ്റെ ഈ മാച്ച്, അല്ലെങ്കിൽ ടുഷേൽ ഇറക്കിയ ഇംഗ്ലീഷ് സ്ക്വാഡ് ഇത്രത്തോളം പവർഫുള്ളായിട്ട് കളിച്ചെങ്കിൽ പോലും ഇനിയും മെച്ചപ്പെടുത്താന്നുള്ളതാണ് കേട്ടോ ഇംഗ്ലീഷ് ഫാൻസിൻ്റെ ഒരു ടേക്ക്. കാരണം അവർ ഇതുവരെ ഇത്രയും പൊട്ടൻഷ്യലുള്ള, ഇപ്പോൾ നമ്മൾ ഈ പോർച്ചുഗലിനെ കുറിച്ചിട്ട് ഇത്രയും വലിയ മിഡ്ഫീൽഡ് പറയുന്ന പോലത്തെ ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ടും. പക്ഷെ അവർ വിചാരിച്ചൊരു ഫോമിക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഈ മത്സരത്തിന് ശേഷമുള്ള 4 ടേക്ക് അവേ ആണ്. ഇതിൽ ഫസ്റ്റ് ടേക്ക് അവേ ആണ് ഇംഗ്ലീഷ് ടീമിൻ്റെ XG എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടായിരിക്കും. XG എന്ന് പറഞ്ഞിട്ട് ഇത്ര % കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇംഗ്ലണ്ട് വേഴ്സസ് പനാമ മത്സരത്തിൽ 0.49 ആണ് ഇംഗ്ലണ്ടിൻ്റെ XG. 2 ഷോട്ട്സാണ് ടാർഗറ്റിലേക്ക് അടിച്ചേക്കുന്നത്. ഇത് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വിൻറ്റേജ് പഴയ ഇംഗ്ലീഷ് ടീമാണ്, ബെക്കാമും ടെറിയും അതേപോലെ ലംബാർഡൊക്കെ ഉള്ള ഇംഗ്ലീഷ് വിൻറ്റേജ് ടീമിനേക്കാളും എത്രയോ പിന്നിലാണ് കേട്ടോ ഈ സ്കോറ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പനാമ പോലത്തെ ഒരു ടീമിനെ 3 കളിയും ഗ്രൂപ്പിൽ തോറ്റെങ്കിൽ പോലും നല്ലൊരു കളി കളിച്ചു. എന്നാലും പനാമ പോലത്തെ ഒരു ടീമിനായിട്ട് 2 ഷോട്ട്സ് ഓൺ ഗോളെ ചെയ്തുള്ളൂ എന്ന് പറയുന്നത് അത് ഈ ഒരു ഇംഗ്ലീഷ് സ്ക്വാഡിനെ നീതി പുലർത്തുന്ന ഒരു ടാഗായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ സംഭവം ശരിയാണ്. ടുഷേലിന് പറയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ 5 റൊട്ടേഷൻ ചെയ്തിട്ടാണ് ഇറക്കിയത്. ബട്ട് സ്റ്റിൽ ഈ 5 റൊട്ടേഷൻ മാറ്റിയാൽ പോലും ഈ ടീമിൽ അത്യാവശ്യം കേപ്പബിൾ ഉള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ ടേക്ക്. സെക്കൻഡ് എന്ന് പറയുന്നത് പനാമയുടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസൺ എന്ന് പറയുന്ന ഈ കോച്ച് പനാമേനെ ബിൽഡ് ചെയ്ത ഒരു രീതിയാണ്. 5-4-1 എന്നുള്ള രീതിയിൽ പനാമേനെ അവർ ബിൽഡ് ചെയ്തതിൻ്റെ ഒപ്പം അവരുടെ ഒരു കൗണ്ടേഴ്സൊക്കെ ഭയങ്കര ഡേഞ്ചറസ് കൗണ്ടേഴ്സ് ആയിരുന്നു. അവർ ഫൈനൽ നിമിഷത്തിൽ ചിലപ്പോൾ ഗോൾ അടിക്കാൻ പറ്റാതെ മിസ്സായി പോയിട്ടുണ്ടാവും. പക്ഷേ ബട്ട് സ്റ്റിൽ 62ാമത്തെ മിനിറ്റ് വരെ പനാമ ഇംഗ്ലണ്ടിനെ ശരിക്കും പരീക്ഷിച്ചു. അതിൻ്റെ ഇടയിൽ ഇവർ ഗോൾ അടിച്ചു. അതായത് ക്രൊയേഷ്യ ജയിക്കുന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോൾ ക്രൊയേഷ്യ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായി, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടേബിളിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഞാൻ ക്രൊയേഷ്യയുടെ കളിയും കാണുന്നുണ്ടായിരുന്നു. ക്രൊയേഷ്യ കിട്ടിയ ചാൻസസ് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ ഗോൾ അടിച്ചുകൊണ്ട് ക്രൊയേഷ്യ മുന്നോട്ട് വന്നെങ്കിലും അവർ കുറച്ച് സമയത്ത് നമ്മൾ വിചാരിച്ചു ഇംഗ്ലണ്ട് ഇത്രയും നല്ല ഇംഗ്ലണ്ട് ഇനി സെക്കൻഡ് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ പനാമ 3 കളിയും തോറ്റിട്ടാണ് അത് നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ നല്ല ഡീസൻറ്റ് കളിയാണ് കളിച്ചേക്കുന്നത്. 0 പോയിൻറ്റ്സോടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് പനാമ കാഴ്ചവെച്ചത്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഡിക്ലൻ റൈസിൻ്റെ അഭാവമാണ്. ഡിക്ലൻ റൈസ് ഇല്ലാണ്ട് ഇംഗ്ലീഷ് ടീമിൻ്റെ ബിൽഡപ്പ് പ്ലേ നടക്കില്ല. ഡിക്ലൻ റൈസിന് ഇന്ന് അവർ നോക്കൗട്ട് സ്റ്റേജിനുള്ള ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ വിശ്രമം കൊടുത്തത്. ചിലപ്പോൾ എന്നല്ല, അതുകൊണ്ട് തന്നെയാണ് വിശ്രമം കൊടുത്തത്. അപ്പോൾ ആ വിശ്രമം കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബെല്ലിംഗ്ഹാമിനെ പല സ്ഥലത്തും കാണേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. ആൾ മുന്നേ അങ്ങനെ തന്നെയാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയറാണ്. ഈവൻ സെൻട്രൽ ബാക്ക് ഡിഫെൻസീവ് സ്ട്രക്ചർ ആണെങ്കിലും
അതേപോലെ മിഡ്ഫീൽഡ് ആണെങ്കിലും അതെങ്കിലും ഇപ്പോൾ ഗോൾ അടിച്ചിട്ട് സ്ട്രൈക്കർ ആവാനാണെങ്കിലും ഗോൾ അടിച്ച് ടീമിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും ആൾ ഒരു ഇൻ ആൻഡ് ഔട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഡിക്ലൻ റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് പ്ലേ കളിക്കാനുള്ള ഇംഗ്ലീഷ് ടീമിൻ്റെ ഒരു കേപ്പബിലിറ്റി നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലത്തെ കളിയിൽ കണ്ടത്. ബിക്കോസ് അവരെ കൊണ്ട് നടക്കണില്ല. കാരണം ബിൽഡപ്പ് പ്ലേ പറഞ്ഞാൽ ഡിക്ലൻ റൈസിന് ബോൾ കിട്ടി കഴിഞ്ഞാൽ ആളത് ഹോൾഡ് ചെയ്തിട്ട് ബോൾ വെച്ച് കൊടുക്കാനും മറിച്ച് വെക്കാനും അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനൊക്കെ നല്ല കറക്റ്റായിട്ട് ആൾ ഐഡിയ ഉണ്ട്. അർസനലിൻ്റെ അതേ ഒരു ജോബ് തന്നെയാണ് ഇംഗ്ലണ്ടിലും ആൾ ചെയ്യുന്നത്. അപ്പോൾ ആൾ ഇറങ്ങിയും കയറിയും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഇംഗ്ലണ്ടിന്. ഡിക്ലൻ റൈസ് ഇല്ലാതെ ഇംഗ്ലണ്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഈ കളിയോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലായിട്ടാണ്. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഹാരി കെയിൻ്റെ റെക്കോർഡാണ്. 11 ഗോൾ അടിച്ചുകൊണ്ട് അവരുടെ എവർ ടൈം ടോപ്പ് സ്കോററിൻ്റെ 10 ഗോൾ എന്നുള്ള റെക്കോർഡ് വെട്ടിച്ചുകൊണ്ട് ഇംഗ്ലീഷ് നിരയ്ക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച പ്ലെയറായിട്ട് ഹാരി കെയിൻ മാറിയിരിക്കുക എന്നുള്ളതാണ് അടുത്ത ടേക്ക്.